ഹായ് ഫ്രണ്ട്സ്, അങ്കമാലി രുചികളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പറമ്പിൽ പോയി ജാതിക്കൊക്കെ പറക്കാൻ കരുതി ചെന്നതാണ്. അവിടെ ചെന്ന് കഴിയുമ്പോൾ പെരിയ മഴ. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് മുരിങ്ങയില ഒടിച്ചിട്ട് പോന്നു. ഇവിടെ വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ചക്കക്കുരു നന്നാക്കി അത് ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ച് വെച്ച് ചക്കക്കുരുവിലേക്ക് വെള്ളത്തോട് കൂടിയാണ് ബാക്കി ഉണ്ടായിരുന്നു അതിൽ വെള്ളം. അപ്പോൾ അതിലേക്ക് ഞാൻ മുരിങ്ങയില ഇട്ടു. അങ്ങനെ വെള്ളം വറ്റി കഴിഞ്ഞപ്പോഴത്തേനും മുരിങ്ങയിലയും വേവായി. ഇപ്പം നമ്മൾ മുരിങ്ങയില കഴിക്കേണ്ട സമയമാണ്. പണ്ടുള്ള കാരണവന്മാർ പറയും മുരിങ്ങയിലയ്ക്ക് ഏറ്റവും ഗുണം ഈ സമയത്താണ്, ഇതിന് നെയ്യുള്ള സമയമാണെന്നൊക്കെയാണ് പണ്ടുള്ള അമ്മാമ്മമാരൊക്കെ പറയുന്നത്. അപ്പോൾ ചക്കക്കുരുവും മുരിങ്ങയിലയും വെന്തതിലേക്ക് ഞാൻ കുറച്ച് തേങ്ങ ചിരണ്ടി അങ്ങനെ തന്നെ ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് അതിൻ്റെ ആ പച്ച രുചി പോകുന്നത് വരെ ഒന്ന് ചൂട് കയറ്റിയിട്ട് ഇറക്കാണ്. ചതച്ച് ഇടേണ്ടവർക്ക് ചതച്ചിടാം, ഞാൻ അങ്ങനെയും ചെയ്യാറുണ്ട്. ഇപ്പം ഞാൻ വെറുതെ ചുരണ്ടി അങ്ങ് ഇട്ടിട്ടുള്ളൂ. തേങ്ങ ചുരണ്ടി ഭജനെ തന്നെ തേങ്ങ ചുരണ്ടിയിട്ട് അതിൽ യോജിപ്പിച്ചെടുത്തിട്ട് അത് കഴിച്ചിട്ട് നല്ല ടേസ്റ്റാണ് തോന്നുന്നത്. അതിൽ പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താലും മതിയാകും. എനിക്ക് പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് ഇഷ്ടമെങ്കിലും അങ്കിളിന് ഉരത്തിയെടുക്കുന്നതാണ് ഇഷ്ടം. അപ്പം ഞാൻ ചട്ടി അടപ്പത്ത് വെച്ചു, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ 2 കടുക് ഇട്ട് കൊടുക്കണം. അപ്പോൾ അത് പൊട്ടുമെങ്കിൽ നല്ല പാകമായി, എണ്ണ തിളച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കടുകിട്ട് കൊടുക്കാം. ആ കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഉള്ളി വെളുത്തുള്ളിയൊക്കെ ചതച്ചത് ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇടുന്നത് നമുക്ക് ചക്കക്കുരുവൊക്കെ അല്ലേ, ഗ്യാസിനെ നിയന്ത്രിക്കാനും ഒക്കെ നല്ലതാണ് വെളുത്തുള്ളി, അല്ലെങ്കിലും നല്ല ഹെൽത്താണല്ലോ. അപ്പോൾ അതങ്ങനെ മൂത്ത് വരുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്തത്. മുളക് പൊടി ഇട്ടാൽ പിന്നെ ഒരുപാട് നേരത്തെ മൂപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ ഞാൻ വേവിച്ച് വെച്ച മുരിങ്ങയിലയും ചക്കക്കുരുവും ഇളക്കി വെച്ചിരുന്നത് അതിലേക്ക് പകർത്തി റെഡി തോരൻ.